ഒരു മാർപ്പാപ്പ പുതുതായി തിരഞ്ഞെടുത്താൽ ആദ്യം പോകുന്നത് കണ്ണീരിൻ്റെ മുറി എന്നറിയപ്പെടുന്ന മുറിയിലേക്കാണ്. ചരിത്രത്തിലുടനീളം പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പ മാർപ്പാപ്പയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനായി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ തൊട്ടടുത്തുള്ള മുറിയിലെത്തുന്നു. ദി റൂം ഓഫ് ടിയേഴ്സ് എന്നാണ് ഈ മുറി അറിയപ്പെടുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ഒരു കർദിനാളിൻ്റെ ചുവന്ന വസ്ത്രങ്ങളിൽ നിന്നും ഒരു പോപ്പിൻ്റെ വെളുത്ത വസ്ത്രങ്ങളിലേക്ക് മാറുന്ന ഈ ചെറിയ മുറി കണ്ണുനീരിൻ്റെ മുറി എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ സ്റ്റാൻസ ഡെല്ല ലാക്രീം എന്നാണ് പറയുക. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഏതാനും അടി അകലെയാണ് ഈ മുറി. മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായ തീരുമാനമെടുക്കുന്നത് ഈ മുറിയിൽ നിന്നുകൊണ്ടാണ്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾ തൻ്റെ റോൾ ഏറ്റെടുക്കുകയും അങ്ങനെ കോൺക്ലേവ് അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം കർദിനാൾ ഡീൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പേപ്പൽ പേര് എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. തീരുമാനത്തിന് ശേഷം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പയ്ക്ക് ഈ മുറിയിൽ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാം, പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കണം. അവിടെ വെച്ച് പുതിയ പാപ്പ തൻ്റെ വെളുത്ത പേപ്പൽ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതിനുശേഷമാണ് ആദ്യമായി ലോകത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഈ മുറി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയ്ക്ക് ആത്മശോധന ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള മുറിയാണ്. തൻ്റെ കാർദിനാൾ പദവിയിൽ നിന്ന് മാർപ്പാപ്പ പദവിയിലേക്ക് ഉള്ള യോഗ്യത വിലയിരുത്താനും ഒക്കെയുള്ള അവസരമാണ്. അതുകൊണ്ട് പല മാർപ്പാപ്പമാരും ആ മുറിയിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ പേര് വന്നത്. 1878 ലിയോ 13 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആ മുറിയിൽ വെച്ച് കരഞ്ഞതായി പറയപ്പെടുന്നു. 67 വയസ്സിലാണ് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1958 ജോൺ 23 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ വസ്ത്രങ്ങൾ മാർപ്പാപ്പയുടെ അളവിന് യോജിച്ചതായിരുന്നില്ല. പാപ്പയും വസ്ത്രങ്ങൾ മാറ്റിയത് ഈ മുറിയിലായിരുന്നു. അതോടൊപ്പം ഈ ചെറിയ മുറിയിൽ സ്മരണികകളും രേഖകളും വർഷങ്ങളായിട്ടുള്ള വിവിധ മാർപ്പാപ്പമാരുടെ വസ്ത്രങ്ങളും സൂക്ഷിക്കുന്നു. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഈ മുറിയിൽ 3 വലിപ്പത്തിലുള്ള പേപ്പൽ വസ്ത്രങ്ങൾ, അതായത് ചെറുത്, ഇടത്തരം, വലുത് എന്നിവയും കൂടാതെ പേപ്പൽ ഷൂസുകളുള്ള പെട്ടികളും ഒരുക്കിയിട്ടുണ്ട്.